वही देख रहा है. എന്റെ മോനെ സ്വന്തം മോളുടെ കല്യാണം കഴിഞ്ഞ് ഇത്രയും വിഷമം ഉണ്ടാവും പറയാൻ പറ്റില്ല. അവിടെ മാരത്തോൺ കൈ നോട്ടോ നടന്നുകൊണ്ടിരിക്കണത്. കൈ നോക്കി ലക്ഷണം പറയുന്നു, മുഖം നോക്കി ലക്ഷണം പറയുന്നു. അതിന്റെ ഇടയിലോട്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് ചെന്നാലുണ്ടല്ലോ. നമുക്ക് പോവാം. അങ്ങനെ ആദ്യം കഴിഞ്ഞു. ഇതെന്ത് कितने सारे केले लेके आए. നോക്കിയതാ कौन है? ഞങ്ങൾ ഇറങ്ങാണ്. ഞങ്ങളും കൂടെ വരട്ടെ. എങ്ങോട്ട്? ഹൈദരാബാദിലോട്ട്. खुश हो गया है. खुश हो गया वो तो. വരണം. ഒരു 10 മിനിറ്റ് ഞാൻ വൈകരുത്. പോയിട്ട് വേറെ പരിപാടികളോ ഇല്ലടാ. ഞാൻ നിന്നെ പോലെ വായിന്ന് വെള്ളം ഒഴുക്ക. ഇതൊന്നും നമുക്ക് പുത്തരിയല്ലെന്ന് അവർക്ക് തോന്നണം. എന്നാലേ കുറച്ച് വില ഉണ്ടാവുള്ളൂ. വെയിറ്റ് ചെയ്യുള്ളൂ. അരമണിക്കൂർ. അപ്പൊ ബാക്കിയാ ആദ്യം ഞങ്ങൾ ഓൾറെഡി ടയേർഡാണ്. പെട്ടെന്ന് വീട്ടിലെത്തണം. ഇനി ലേറ്റ് ആവാൻ പറ്റത്തില്ല. അതാ എന്റെ പൊന്നറിയുന്ന പൊട്ട വണ്ടിക്ക് ബ്രേക്ക് പോലും ഇല്ല. അല്ല, ഞാൻ ഇന്നലെ ഒരു അരമണിക്കൂർ മാറിയപ്പോ ഇവിടെ എന്തൊക്കെ സംഭവിച്ചത്? എനിക്കാണെങ്കിൽ വിശാഖപട്ടണത്ത് വളവടിയിലും ആയിപ്പോയി. ഒരു കാര്യം ചെയ്യാം, ഞാൻ ട്രിപ്പ് ക്യാൻസൽ ചെയ്യാം. എന്നിട്ട് നിങ്ങളോട് വരാം. എന്റെ പൊന്നാദ്യം ഇത്ര സീനാക്കേണ്ട ആവശ്യം എന്താണ്? എനിക്കാണ് ചെന്നിട്ട് ലോഗ് ചെക്ക് ചെയ്യാനുള്ളതാ. हाँ वही तो. എന്തൊക്കെ പറഞ്ഞാലും അമ്മയുടെ കൂടെ പോകാൻ പറ്റില്ല. इनसिक्योर हो रहा ना वो. പോയാൽ മതി. റീനു, ഡോണ്ട് ബി അപ്സെറ്റ് യാർ. ശരിയാണ്, ഒരു പുരുഷൻ പറഞ്ഞിട്ട് തീരുമാനങ്ങൾ എടുക്കേണ്ടവളല്ല സ്ത്രീ. ഓഫ് കോഴ്സ് ഇറ്റ്സ് യുവർ ചോയ്സ്. ബട്ട് ഈ ട്രിപ്പിന്റെ ലീഡർ എന്ന നിലയ്ക്ക് നിങ്ങളുടെ സേഫ്റ്റി ഞാൻ അത്ര ഉദ്ദേശിച്ചുള്ളൂ. റീനുവിന് അത്രയ്ക്ക് യു ഷോ അത്രയ്ക്ക് നിർബന്ധമാണ്. പിന്നെ ഞാനൊന്നും कहाँ जा रहा है? उनसे मिलने तो नहीं जा रहा. उनकी वजह से किसी तरह से होंगे कहती है. हाँ क्रिमिनल्स होंगे जैसे. ഓക്കെ. പിന്നെ ഓരോ 1 അവറിലും ടെക്സ്റ്റ് മെസ്സേജ് അയച്ച സ്റ്റേറ്റസ് അപ്ഡേറ്റ് ചെയ്യണം. ശരി. हर घंटे वो भी. ട്രിപ്പിന്റെ ലീഡർ ആയാലുള്ള ഉത്തരവാദിത്തങ്ങളെ. ആദ്യം ഈ ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് ഞങ്ങൾ പൊക്കോട്ടെ. ആദ്യ ബൈ ബൈ ബൈ. കുറച്ചേരം കൂടി ഒന്ന് നിർന്നെങ്കിൽ അവനും കേറിയിരുന്നേനെ. പെണ്ണും കൊണ്ടുപോയല്ലേ. അമൽ ഡേവിസേ, എടാ ഈ റൂഫ് ഒന്ന് ഇടുവോ? അങ്ങനെ വെയിലുള്ളത് പോവായിരുന്നു. അയ്യോ, അത് പറയാൻ വിട്ടുപോയി. ഇതിന്റെ റൂഫ് ജാമാ, വെയിലുള്ള. ആ ഡെയിലത് ഹൈദരാബാദ് എത്ര വരെ ഇങ്ങനെ പോണോ? എടാ എന്നാ സ്പീഡിലെങ്കിലും പോവും. അയ്യോ, സ്പീഡ് ത്രിൽസ് ബട്ട് കിൽസ് എന്നല്ലേ പ്രമാണം? എന്നാ എന്റെ പ്രമാണം അങ്ങനെയല്ല. അമൽ ഡേവിസ്, ഞാൻ ഓടിച്ചോട്ടെ കുറച്ചു നേരം. ഇവൻ ആളിത്തിരി പെശക, കയ്യില് നിക്കില്ല. അത് സാരല്ല, ഞാൻ ഒതുക്കിക്കോളാം. സൈഡാക്ക്. वो चलाई गया वो. സോറി. റീനു, ബ്രേക്കേ കുറച്ച് കുറവാട്ടോ. അത് ചവിട്ടുമ്പോ ശ്രദ്ധിച്ചാ മതി. പാനിക് ആവൊന്നും വേണ്ട. ओ क्या स्पीड में चला रही हो. പേടിക്കണ്ട അമൽ ഡേവിസേ. പേടിയില്ല, രസമല്ലേ? ഇവൻ കൊള്ളാലോ. बड़ी मोटर गाड़ी ले है, किलोमीटर रेड ले है. ट्रक में फंस गया. എവിടെയാടാ കൊണ്ട് നിർത്തി? കണ്ടത്തിന്റെ അടുക്ക. ഇത് ഞാൻ വെട്ടി തളിച്ച വഴിയല്ല. സച്ചിനെ, ഇപ്പോഴും ഒന്ന് റിസ്ക് എടുക്കാൻ റെഡി ആയി കഴിഞ്ഞാൽ 20 കിലോമീറ്റർ ആണ് ലാഭം. അന്ന് നോക്കാം. ഇനി കുറുക്കുവഴിയൊന്നും വേണ്ട. എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാൻ എടുക്കാം ഇനി വണ്ടി.
वही के लिए काम आ रहे उसके। भाई कहाँ कहाँ से जा रहे हो? वॉशरूम। 2000 ആയാലോടാ കൊടുത്തത് എടാ ഞങ്ങൾ കൊടുക്കാം കുഴപ്പമില്ല ഭയ്യ 2000 ലാഭമായി. क्या खुश हो रहे हो पैसे बचा के। നീ അവളെ ചേഷ്ടകളൊക്കെ ഒന്ന് ക്യൂട്ടായിട്ട് വാച്ച് ചെയ്തേ. ബാക്കിയെന്താ നത്ത് നോക്കണ പോലെ നോക്കാനല്ല പറഞ്ഞു. പോയേ എന്തുന്നാ അതിലേക്ക് നിർണത്? എന്തു നീ കാണിക്കണത്? ഇതല്ലെങ്കിലേ അവന്മാര് ബാക്കി വന്നത് വേറെ ആൾക്കാർക്ക് തോന്നും. बड़ी मोटर गाड़ी ले किलोमीटर रेड ले गली गली छुट्टी डूब पहुंच गए। फाइनली। എടാ നമ്മൾ ഈ സ്ഥലത്തേനും പോകുന്നുണ്ടോ? ബൈ. എന്തോന്നാടി അമ്മമാര് ചിരിച്ചു മനുഷ്യന്റെ വയറ് വിലെടുക്കുന്നു. എന്തൊക്കെയായിരുന്നു കൊറേയൊക്കെ ഞാൻ പറഞ്ഞത്. അമൽ ഡേവിസ് ഒരു രക്ഷയില്ല കേട്ടോ. രക്ഷയില്ലെന്ന് വെച്ചാ എന്നുവെച്ചാ അവൻ കൊള്ളാന്ന്. എടി പെണ്ണ നിന്റെ കല്യാണമൊക്കെ ഉറപ്പിച്ചേക്കുന്നു കേട്ടോ. നീ ഒന്ന് പോയേ. മനസ്സ് ആളൊഴിഞ്ഞ പൂരപ്പറമ്പ്. ये बातें ഇതാരോടും പോയി പറയലട്ടാ, ആൾക്കാർ ചിരിക്കും. അതെന്തിന്? എടാ അതൊന്നും നടപടിയാവൂല. ഒന്നാമത്തെ നീ വിചാരിക്കുന്ന പോലത്തെ ഒരു പെങ്കൊച്ചല്ല അവള്. പിന്നെ മറ്റവനാദി അവനായിട്ട് അവള് റിലേഷൻഷിപ്പിലാന്ന് തോന്നുന്നു. അതെന്താ അത്? എടാ നീ ഇന്നലത്തെ ഡാൻസ് കണ്ടില്ലേ? ആ 3 പേരുള്ളതില് ആരായിട്ടായിരുന്നു അവൾ കൂടുതൽ ഇന്റിമേറ്റ്? എടാ അത് റീനു ആയിരുന്നില്ല മെയിൻ ഗോപിക. ശരി അവനെ വിട്. അവളെന്താണ് ചെയ്? അവളെന്ത് കാണിച്ച്? ഏത് കുല കാമ്പോജി ക്യാരക്ടർ ആയതാണ്. എടാ അതൊന്നും അല്ല, അവര് തമ്മിലെല്ലാം നടന്നിട്ടുണ്ട്. ഡാടാ തെണ്ടിത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഈ ദുകുല കാമ്പോജി ഒഴിക്കും. നീ മറ്റൊന്ന ചെന്നൈക്കോ അല്ല ടിക്കറ്റ് എടുത്ത് തരട്ടെ? ഞാൻ ചെന്നൈക്കും പോലുള്ള ഒരു മറ്റടുത്ത്. कैंसिल हो गया उसका प्लान। ആഹാ ഡാടാ മോനെ അടങ്ങ്. നീ ഇന്നലെ അവള് പറഞ്ഞത് ശ്രദ്ധിച്ച? ഇവിടെ നിക്കാൻ റീസണിലായി പോകുന്നതാണ് നല്ലതെന്ന്. അതിന് വേറൊരർത്ഥം കൂടിയുണ്ട്. എന്തർത്ഥം? ഇവിടെ നിക്കാൻ റീസൺ ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ നിക്കണം. പക്ഷെ എന്റെ മോനെ നീ പെമ്പിള്ളേര് പറയണ കോഡ് ഭാഷ ഡീ കോഡ് പിടിക്കില്ലട്ടാ. എനിക്ക് മുമ്പ് പറ്റിയിട്ടുള്ളതാണ്. എന്തായാലും റീനുവിന്റെ ഹൈദരാബാദ് വിട്ട് ഇനി എനിക്ക് പോവാൻ പറ്റുമെന്ന് തോന്നണല്ലോ അമൽ ഡേവിസ്. മനുഷ്യന്റെ അന്തം മാത്രമല്ല, മണ്ട വണ്ടി എടുക്ക്. എങ്ങോട്ട് കൊക്കയിലേക്കാ? എന്നാ ബാക്കിലേക്ക് റിവേഴ്സ് എടുക്കത്തെ. भागे वापस अपने रूम पे। കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ. ഗേറ്റ് കോച്ചിങ് കണ്ടിന്യൂ ഉണ്ടാ? ഗേറ്റ് കോച്ചിങ് ഒന്നും ഇല്ല. ആദ്യം ഒരു ജോലി. എന്ത് ജോലി? നിന്റെ മറ്റേ കസിൻ ഇല്ലേ തോമസ്, അവന്റെ അമ്മ മേരി ആന്റി. ആ പുള്ളിക്കാരിക്ക് ഇവിടെ ഒരു ഫ്രൈഡ് ചിക്കന്റെ ഷോപ്പില്ലേ? നീ വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഒരു ജോലി കിട്ടുമല്ലേ? പോയടാ, അമ്മ ആന്റിയെ കൊടുക്ക തുടക്കാണ്. ഇനി നിനക്ക് വേണ്ടി അവിടെ റെക്കമെൻഡേഷൻ ചെയ്തിട്ട് വീട്ടിലറിഞ്ഞിട്ട് വേണം എനിക്കൊരു കിടക്കുന്ന അമ്മ ഇതെങ്ങനെ അറിയാനാണ്? നീ ആ കേസ് വിട്. പിന്നെ ശരി, നിനക്ക് ജോലി കിട്ടി. എന്നിട്ട് നിനക്ക് ഇന്നലെ അവള് പറഞ്ഞത് ഓർമ്മയില്ലേ? അവര് താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ അടുത്ത് PG ഒക്കെ റീസണബിൾ ആയിട്ട് കിട്ടും. അങ്ങോട്ട് മാറും. रूम चेंज कर रहा है। കാര്യം എന്ത് കൊടുക്കും? നീ ഇപ്പൊ കൊടുക്കുന്ന എന്നെ കൊടുത്താ മതി, ബാക്കി ഞാൻ ഇട്ടോളാം. അമ്മേ, ജോലി കിട്ടണേന് മുമ്പ് ഇങ്ങനെ നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കിടക്കാൻ നല്ല വൃത്തിയുള്ള ഒരു റൂം, പിന്നെ 2 കട്ടില്. അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. നിനക്ക് പിന്നെ പഠിക്കാൻ പോവാനും എളുപ്പമാണ് അവിടുന്ന്. നീ പഠിക്കാൻ പോകുന്നു, ഞാൻ പണിക്ക് പോകുന്നു. പിന്നെ
ഒഴിവ് സമയങ്ങളിൽ ഞാനും റീനും കൂടി വിഹരിക്കുന്നു. ബാക്കിയെല്ലാം ഓക്കെ. ലാസ്റ്റ് പറഞ്ഞത് നടന്നു തന്നെ. മാത്രമല്ല ഈ കേസും പറഞ്ഞ് ഇന്ന് അവൾക്ക് ഒരു ടെക്സ്റ്റ് മെസ്സേജ് കൂടാ. എപ്പടി നാണോ നോക്കട്ടെ. നോക്കട്ടെ എന്നാ. ഇല്ലടാ, ഞാൻ നിന്നെ നാളെ തന്നെ ഫ്രൈഡ് ചിക്കന്റെ മാനേജർ ആക്കാം. നോക്കാണ്ടു പിന്നെ ഇവിടെ ഒരു രൂപ കുഴിണ്ടായിരുന്നല്ലോ. കൊയിന അതെന്തിനാണ്? टास्क करने के लिए ടോസറിന്റെ ഞായറാഴ്ച അമല നീ കൊയിന അവിടെ വെച്ചേ എന്നിട്ട് കേറി കിടന്നേ. इतना प्यार അല്ല പോയി കിടന്നു തുടങ്ങിയ ये है वो TFC ഈ ജോലി ടെമ്പററി ആയിട്ടാണെന്ന് നീ പറയണ്ട കേട്ടോ. ഇത് നിന്റെ പാഷനാണെന്നാണ് ഞാൻ മേരി ആന്റിനോട് പറഞ്ഞേക്കണത്. പാഷനാ? അതെ, മേരി ആന്റി ബോല. ഒറ്റ മിനിറ്റ്. സൂക്ഷിച്ചും കണ്ട് നിക്കണം. ഇവിടെ ഓരോ ചിക്കൻ പീസിന് കണക്കുള്ളതാണ്. പോണവിടെ ബൈ. పోతున్నారా రండి నువ్వు ఇక్కడనే ఉండు సరేనా നമ്മൾ താമസിക്കുന്നിടത്തെ PG വല്ലതും പരിചയമുണ്ടോന്ന് വെച്ചിട്ട് അമൽ ഡേയ്സ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അമൽ ഡേവിസ് പണി തുടങ്ങി. അയച്ചോട് ഓടിയതൊന്നും ഡാ, കാർത്തിക് ഒരു PGയുടെ നമ്പർ അയച്ചിട്ടുണ്ടല്ലോ. ഒഴിവുള്ളപ്പോ പോയി നോക്കാം. അതെ, വീട്ടിൽ ചെന്ന് ഞാൻ പഠിക്കാൻ പോവാണ്. കമാന്നൊരു അക്ഷരം നിന്റെ വായിന്ന് വരരുത്. വല്ല പാട്ടും കേട്ടിരുന്നോളാം. സോ ഗൈസ്, വളരെ കാലമായിട്ട് ഈ കമ്പനിയിലെ ഗേൾസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നീ ഇവിടെ നിന്ന് പോയി തന്നാ മാത്രം. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു Paper self defense spray. മെറ്റീരിയൽ ആണ്. എതിരാളിയുടെ കണ്ണിലേക്ക് ഒന്ന് സ്പ്രേ ചെയ്താൽ മതി. അവൻ നിലം പരിസരം. വിഘ്നേഷ് ഡിസ്ട്രിബ്യൂട്ട്. റേനു ക്യാച്ച്. എൻജോയ്. നമുക്കൊന്നും ഇല്ലേടെ പെപ്പർ താങ്ക് യു. ആദി ജേക്കേടാ ജസ്റ്റ് കിട്ടി. उसको दिखा रहा है वो ये वीडियो. तोड़ दिएगा उसको बोल. ये है ना इनका नया रूम. अच्छा है. नो स्मोकिंग, नो ड्रिंकिंग, नो गर्ल्स. अन्ना वो कौन है? मेरा फादर. क्या करता है वो? हाँ, എടി നീ എന്റെ തോർത്ത് കണ്ടായിരുന്നോ? കാർത്തു, നീ എന്റെ തോർത്ത് എവിടെയെന്ന് ഓർത്ത് നോക്കടി കാർത്തു. എടി കണ്ടായിരുന്നോ? ഞാൻ കണ്ടൊന്നുമില്ല. അത് മിക്കവാറും നിഹാരിക എടുത്തോണ്ട് കിട്ടും. ഓ എന്റെ പൊന്നെ, അതൊന്നും പറഞ്ഞേക്കാം. ഈ ആദ്യയുടെ ഒരൊറ്റ നിർബന്ധം കാരണം കേരള സാരി ആക്കിയത്. എന്നിട്ടിപ്പൊ നമ്മൾ തന്നെ കഴുകാൻ വേണം. അല്ല, പിന്നെ ആദ്യം വന്ന് എഴുതി നിന്റെ സാരിയും ഇതൊക്കെ. എടി ഇത് ഇട്ടോണ്ടല്ലേ ഫസ്റ്റ് കിട്ടിയേ. ഏതിട്ടാലും ഞങ്ങൾക്ക് എന്നെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയാണ്. റീനു, നിന്റെ കോൺഫിഡൻസ് കുറച്ച് ഓവറാണ് കേട്ടോ. എന്റെ ദൈവം, ഞാനൊരു തമാശ പറഞ്ഞ. തമാശ ഒന്നല്ല, നീ കാര്യമായിട്ട് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി. എന്റെ ഫോൺ അടിക്കുന്നുണ്ട്. ആരാ? അമൽ ഡേവിസ്. ये खुश हो जाती है उसका नाम सुन के. ഒന്ന് പോയായിരുന്നു. ഹലോ. ആ കാർത്തിക, ഞങ്ങളിവിടെ മല്ലികാർജുന PGയിൽ എത്തിട്ടോ. ആ എത്തിയോ? എങ്ങനെയുണ്ട് അവിടെ? ഇവിടെ അടിപൊളി. 2 കട്ടിലൊക്കെ ഉണ്ട്. എന്താ പരിപാടി? അല്ല, ഞങ്ങള് ചുമ്മാ വെറുതെ ടെറസിൽ കാറ്റുള്ള. ടെറസിലോ? അവിടെ നിന്നാ ഞങ്ങളുടെ ടെറസ് കാണണ്ടാണല്ലോ. എവിടെ കാണുന്നില്ലല്ലോ. എവിടെ? कितनी जल्दी उठाओ. റീനു ഇവിടെ തുടങ്ങി കണ്ടോ? उसका आगे ऑन कर रहा है. കണ്ടോ? अच्छा, आमने सामने उनका. ആ കാർത്തിക, ഞങ്ങളൊരു താങ്ക്സ് പറയാൻ വിളിച്ചാട്ടോ.
നിങ്ങൾ സജസ്റ്റ് ചെയ്ത സ്ഥലം കൊള്ളാം. ആണോ? വെൽക്കം. താങ്ക്സ് മാത്രമേ ഉള്ളോ? ആ ഞാനിത് അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു. നിങ്ങൾ മൈൻഡ് സ്പേസിലോട്ട് വരൂ, നമുക്കൊരു ചായ കുടിക്കാം. റീനുവിനെ വിളിച്ചോ, ഞാൻ സച്ചിനായിട്ട് വരാം. ആ എന്നല്ലേ ഞങ്ങൾ ഈ തുണി വിരിച്ചിട്ട് വരാം. ഓക്കെ ഓക്കെ ഓക്കെ. ശരി. നയത്തിലാക്കരുത്.